മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്നാക്ക് എന്ന് പറയുന്നത് ഒരു സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുപയറും ശർക്കരയും തേങ്ങയും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് അരിപ്പൊടിയിൽ ഉണ്ടാക്കാം, ഗോതമ്പൊടിയിൽ ഉണ്ടാക്കാം, അതുപോലെ മൈദയിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഗോതമ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. ഈ സ്നാക്കിൻ്റെ പേര് എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് അപ്പുറത്തെ വീട്ടിലെ സരസ് ചേച്ചി ഉണ്ടാക്കി കണ്ടിട്ടുള്ളതാണ്. ചെറുപ്പത്തിലേ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴൊന്നും അറിയാവുന്ന റെസിപ്പി അല്ല. അപ്പോൾ ആ പണ്ട് മുതൽ കണ്ടു വന്ന റെസിപ്പി ഇപ്പോൾ സരസ് ചേച്ചിയോട് ചോദിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എനിക്ക് പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്നാക്കിൻ്റെ പേരൊന്നും അറിയില്ല. അവർ ട്രഡീഷണലായിട്ട് ചെയ്തു വരുന്നൊരു പലഹാരമാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പിയുടെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആർക്കെങ്കിലൊക്കെ അറിയാം, ഏതെങ്കിലും നാട്ടിലൊക്കെ ഈ രീതിയിലൊരു സ്നാക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ. പിന്നെ അരിപ്പൊടിയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇടിയപ്പത്തിന് പൊടി കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം പരത്തിയെടുത്തിട്ട് ചെയ്യുക. ഏറ്റവും ഈസി ഗോതമ്പൊടിയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈസി ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സരസ് ചേച്ചിയുടെ സ്പെഷ്യൽ സ്നാക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 3 കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 4 കപ്പ് ഗോതമ്പൊടി ഉണ്ട്. കിച്ചൂസിന് ചപ്പാത്തി ഉണ്ടാക്കാനും കൂടി ആയിട്ട് ഞാൻ 1 കപ്പ് കൂടുതൽ എടുത്താണ്. കുഴയ്ക്കുമ്പോൾ ഒറ്റ കുഴയ്ക്കൽ മതിയല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ 3 കപ്പ് ഗോതമ്പൊടി എടുക്കുക. അതുപോലെ തന്നെ 3 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ചെറുപയർ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം പോകാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കുക. അതിന് ശേഷം വെള്ളം പോകാൻ വേണ്ടി ഇതുപോലൊരു അരിപ്പയിലോ കുട്ടയിലോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ഒരു തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവ് ഞാൻ കപ്പിൽ പറയുകയാണെങ്കിൽ അത് ആഡ് ചെയ്യുമ്പോൾ പറയാം കേട്ടോ. പിന്നെ 1 കിലോ ശർക്കര 3/4 കപ്പ് വെള്ളം ചേർത്ത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് മധുരമുള്ള രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അധികം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 350-400 ഗ്രാം ശർക്കര എടുത്താൽ മതി കേട്ടോ. പിന്നെ നല്ല ഡാർക്ക് കളറിലുള്ള ശർക്കരയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റും ഉണ്ടാവും, കാണാനൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് ഗോതമ്പൊടി കുഴച്ച് വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ചെറുപയർ വറുക്കാം. ഗോതമ്പൊടി കുഴയ്ക്കുന്നത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പ്, വെള്ളം ഇത്രയും ചേർത്തൊന്ന് കുഴച്ച് വയ്ക്കുന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ചെറുപയർ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വയ്ക്കാം. തുറന്ന് വയ്ക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഡ്രൈ ആയിപ്പോവും. അടച്ചു തന്നെ വയ്ക്കുക. അപ്പോൾ നമ്മളിനി ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിത് അടച്ചു വയ്ക്കട്ടെ. ഇനി നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചെറുപയർ വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. എണ്ണയിലൊന്നല്ല കേട്ടോ വറുക്കുന്നത്, വെറുതെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതിലേക്ക് ചെറുപയർ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ വലിയ പാനാകുമ്പോൾ ഒരുമിച്ച് തന്നെ ചെറുപയർ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി ചെറുപയർ ഒന്ന് നന്നായിട്ട് കളറ് മാറി വരുന്നത് വരെ ഇളക്കി വറുത്തെടുക്കുക. കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. നമ്മൾ കഴുകി വെച്ചിരിക്കുന്നതല്ലേ. പിന്നെ വെള്ളം ഒട്ടും വേണ്ടാന്നുണ്ടെങ്കിൽ കഴുകിയിട്ട് വെയിലത്തിട്ടൊന്ന് ഉണക്കിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ സ്നാക്കൊക്കെ ചെയ്യാൻ പെട്ടെന്നല്ലേ പ്ലാൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കഴുകിയിട്ട് വെയിലത്തിട്ട് ഉണക്കാനൊന്നും സമയം ഉണ്ടാവില്ല. നമ്മളൊരു സ്ട്രെയിനറിലേക്ക് കഴുകി വാരി വയ്ക്കുക. അതിനുശേഷം ഇതുപോലൊരു പാനിൽ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറുപയറിൻ്റെ കളറൊക്കെ മാറി വരും. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കണം. ഇനി നമ്മൾ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന ചെറുപയർ പൊടി ഈ ഒരു റെസിപ്പിക്ക് യൂസ് ചെയ്യരുത് കേട്ടോ. ഇത് നമ്മൾ വറുത്ത് പൊടിച്ച് തന്നെ എടുക്കണം. അപ്പോഴേ ടേസ്റ്റ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാനിത് വറുത്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ ഇതാ പൊട്ടി തുടങ്ങി, കളറൊക്കെ മാറി തുടങ്ങി. ചെറുപയർ കംപ്ലീറ്റ് പൊട്ടാൻ നിൽക്കണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പൊട്ടിയത് കരിഞ്ഞു പോവും. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് റോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി മീഡിയം ബർണറിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അത്യാവശ്യം ചൂടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി പയറൊക്കെ പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ചൂട് മാറ്റിയെടുത്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ മോശമായി പോകാതെ കുറച്ച് ദിവസങ്ങൾ സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങയും കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല മൂത്ത തേങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇളയ തേങ്ങയേക്കാൾ മൂപ്പ് കൂടിയ തേങ്ങയാണ് ഈ ഒരു സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ നല്ലത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് പൊട്ടിക്കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് ചൂട് മാറാനായിട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ ഇപ്പോൾ പാകമായിട്ടുണ്ട്, നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇനി ഇരുന്നിട്ട് ഒന്നുകൂടി കളർ മാറും കേട്ടോ. ഇത്രയും കളർ മാറിയാൽ മതി, ഒരുപാട് ബ്രൗൺ ആക്കി എടുക്കണ്ട. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പരന്ന പ്ലേറ്റിലേക്കാണ് ഇട്ട് വയ്ക്കുന്നത്. ചൂട് മാറാനായിട്ട് ഈ പാനിൽ തന്നെ വയ്ക്കരുത് കേട്ടോ, അപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ വറുത്തത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിൽ പൊടിക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ചൂടൊക്കെ ഒരുവിധം കുറഞ്ഞതിന് ശേഷമാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ പാൻ വീണ്ടും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ 1 കപ്പ്
2 കപ്പ് 2.25 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയുടെ അളവ് 2.25 കപ്പാണ്. നിങ്ങൾക്ക് തേങ്ങ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 2.25 കപ്പായാലും മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. തേങ്ങയുടെ കളറൊന്നും ഒരുപാട് മാറിപ്പോവണ്ട, ഒന്ന് ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറിക്കിട്ടണം, അത്രയേ ഉള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി വെള്ളത്തിൻ്റെ ആ ഒരു നനവ് ഒന്ന് മാറിക്കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ശർക്കരപ്പാനിയാണ് ഏറ്റവും ആദ്യം റെഡിയാക്കി വെക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ശർക്കരപ്പാനി റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഇല്ലെങ്കിൽ ചൂട് ശർക്കരപ്പാനി ആവുമ്പോൾ എല്ലാത്തിലേക്കും ഒഴിച്ച് കറക്റ്റ് ആവില്ല. തേങ്ങയുടെ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിക്കോളൂ കേട്ടോ. ചെറിയ പീസായിട്ടുള്ള തേങ്ങയാണ് നമുക്ക് വേണ്ടത്. വലിയ പീസുകൾ ഇപ്പോൾ തേങ്ങ കൊത്തായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ പയർ വറുത്തിട്ട് ഈ പാനൊന്ന് തുടച്ചെടുത്തു. പയറിൻ്റെ ചെറിയ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, ആ തൊലിയൊക്കെ ഒന്ന് പൊടിഞ്ഞു വന്നത്. അപ്പോൾ അത് ഒന്ന് തുടച്ച് മാറ്റിയിട്ട് വേണം, അല്ലെങ്കിൽ കഴുകി എടുത്തിട്ട് വേണം നമ്മൾ പാനിൽ വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാൻ. ഇല്ലെങ്കിൽ തേങ്ങയിലേക്ക് ആ ഒരു കരിഞ്ഞ കളർ വരും. അപ്പോൾ നമ്മുടെ തേങ്ങ ചൂടായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇത് കണ്ടോ, തൊടുമ്പോൾ കൈ പൊള്ളുന്നുണ്ട്. ഇത്രയും മതി. ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി അരിച്ച് ചേർക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ശർക്കരപ്പാനി തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ശർക്കരപ്പാനിക്ക് കൺസിസ്റ്റൻസി ഒന്നുമില്ല കേട്ടോ, 1 സ്ട്രിങ് ഒന്നും ആവണമെന്നില്ല. അധികം വെള്ളം ചേർക്കാതെ ഒന്ന് പാനിയാക്കി എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, നല്ല ബ്ലാക്ക് ശർക്കര ആയതുകൊണ്ട് നല്ല കളറും ഉണ്ട് ശർക്കരയ്ക്ക്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ചേർത്ത് തേങ്ങ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി ചേർക്കണം. ഇതിലേക്ക് പിന്നെ വേണ്ടത് ഏലക്കയാണ്. അപ്പോൾ ഞാൻ ഏലക്ക പൊടിക്കാൻ വിട്ടുപോയി. ഞാൻ ഏലക്കയുടെ സീഡ്സ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തൊലി ഇടുന്നില്ല കേട്ടോ. തൊലി കടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്കിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു 4-5 ഏലക്കയുടെ സീഡ്സ് മാത്രം ഇട്ട് കൊടുക്കുക, ആ ഏലക്കയുടെ ഫ്ലേവർ കിട്ടാനായിട്ട്. അപ്പോൾ പൊടിച്ച ഏലക്കപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ചത് ചേർക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ചേർത്താലും മതി. പിന്നെ ഈ ഏലക്കയുടെ തൊലി നിങ്ങൾ വെറുതെ കളയണ്ട കേട്ടോ. ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏലക്കയുടെ തൊലി അതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ചായയ്ക്ക് ഒരു ഏലക്ക ഫ്ലേവർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം 4-5 ഏലക്ക ചേർത്തിട്ടുണ്ട്. നമ്മുടെ ശർക്കരപ്പാനി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ചെറുപയർ പൊടി ഉണ്ടല്ലോ, ഇത് ചേർത്ത് കൊടുക്കാൻ. ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കുറച്ചായിട്ട് ചേർക്കുക കേട്ടോ, ഒരുമിച്ച് തന്നെ ചേർക്കരുത്. കുറച്ചായിട്ട് ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പൊടിയും കൂടി ചേർക്കാം. ഒരു 2-3 പ്രാവശ്യമായിട്ട് പൊടി ചേർത്തെടുക്കുക. അപ്പോൾ ഈ ഒരു സ്നാക്ക് നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരൊന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്കിതിൻ്റെ പേരറിയില്ല. ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അന്ന് കഴിച്ചതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഓർമ്മയുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചത് തന്നെ. അപ്പോൾ ഞാൻ ഇനി മുഴുവൻ പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കണം കേട്ടോ, ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. ശർക്കരപ്പാനി വേഗം വറ്റിപ്പോവും. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സായി ഒന്ന് ഡ്രൈ ആയി വരണം. അപ്പോൾ നമ്മുടെ പൊടിയും ശർക്കരപ്പാനിയും തേങ്ങയും എല്ലാം മിക്സ് ആയിട്ടുണ്ട്. കറക്റ്റ് അളവാണ് എല്ലാത്തിൻ്റെയും. ഇതുപോലെ ആയി കിട്ടണം നമ്മുടെ മിക്സ്. ഇതുപോലെ ഫില്ലിംഗ് പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകത്തിൽ ഇങ്ങനെ ആയി കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തി എടുത്തിട്ട് ഫില്ലിംഗ് വെച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ ഞാൻ ചപ്പാത്തി പരത്താൻ പോവാണ്. നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ചെറിയ ചപ്പാത്തിയായിട്ട് പരത്തി എടുത്തിട്ട് അത് അതിൻ്റെ ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ വലിയ ചപ്പാത്തിയായിട്ട് പരത്തി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വലിയൊരു ബോൾ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്താൻ പോവാണ്. ചപ്പാത്തി പോലെ തിന്നായിട്ടല്ല പരത്തേണ്ടത്, കുറച്ച് തിക്കായിട്ട് പരത്തുക. കുറച്ച് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. മൈദപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ചെറിയൊരു തിക്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു സ്നാക്കിൻ്റെ കോട്ടിംഗ് ഒക്കെ പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ. ഇതിന് ഷേപ്പൊന്നും വിഷയമല്ല, നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണല്ലോ. അതുകൊണ്ടാണ് ഷേപ്പ് ഇപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. ഞാനിതുപോലെ ഇപ്പോൾ നീളത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് 2 റൗണ്ട് കട്ട് ചെയ്യാൻ പോവാണ്. ഇതുപോലൊരു പാത്രം ഉപയോഗിച്ചിട്ട് ഈ ഒരു സൈഡ് നല്ല മൂർച്ചയുള്ള രീതിയിലുള്ള, ഉരുണ്ടിരിക്കാത്ത രീതിയിലുള്ള ഒരു പാത്രം എടുക്കുക. ഇത് ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം റെഡിയായി. ഇത് കണ്ടോ, ചെറിയ തിക്നെസ് ഉണ്ട്, ഒരുപാട് തിന്നായിട്ടില്ല. നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണത്തിനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല, അതുകൊണ്ടാണ്.
അപ്പോൾ ഈ പൊടി ബാക്കി വരുന്നത് നമ്മൾ വേസ്റ്റ് ആക്കി കളയണ്ട കേട്ടോ. ഇത് നമുക്ക് വീണ്ടും കുഴച്ച് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിലിനി നമുക്ക് ഫില്ല് ചെയ്ത് തുടങ്ങാം. ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് സൈഡ് ഒട്ടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് പ്രസ് ചെയ്യാം. അത് ഞാൻ ഒരെണ്ണത്തിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കുകയാണ്. ഫില്ലിംഗ് ഒന്ന് പതുക്കെ ഇളക്കിയെടുത്തിട്ട് ഫില്ല് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഫില്ലിംഗ് സെറ്റായിട്ട് ഇരിക്കുകയായിരിക്കും. അതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടൊന്നുമില്ല. ഇത്രയും ഫില്ലിംഗ് ഞാനിപ്പോൾ വയ്ക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് നനച്ചിട്ട് ഈ ഒരു സൈഡ് നനച്ചിട്ട് ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഇതുപോലൊന്ന് വെച്ചിട്ട് പ്രസ് ചെയ്യുക. ആദ്യം ഒന്ന് ഒട്ടിച്ചെടുക്കുക. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പണ്ടത്തെ കാലത്ത് ഫോർക്ക് ഉപയോഗിച്ച് പ്രസ് ചെയ്യുന്ന രീതിയൊന്നും ഉണ്ടായില്ല. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ നമുക്ക് ഇതൊക്കെയാണ് എളുപ്പമുള്ള കാര്യം. അപ്പോൾ ഇതാ ഇതും റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാനാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഞാനിത് മാറ്റി വയ്ക്കട്ടെ, എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്നാക്ക് എല്ലാം എന്താ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 20 എണ്ണം ഉണ്ടാക്കാം കേട്ടോ ഈ ഒരളവിൽ. പിന്നെ ഫില്ലിംഗ് കുറച്ച് ബാക്കിയുണ്ട്, അത് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഫില്ലിംഗ് എടുത്ത് വയ്ക്കാം. നമുക്ക് 1 മാസം വരെ ഫില്ലിംഗ് കേടുകൂടാതിരിക്കും ഫ്രിഡ്ജിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഫില്ലിംഗ് എടുത്ത് വയ്ക്കാൻ പോവാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴികെ വേറെ ഏത് ഓയിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അധിക ദിവസം ഇരിക്കില്ല. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒഴികെ ബാക്കി ഏത് ഓയിലും ഫ്രൈ ചെയ്യാമെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്നാക്ക് ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അതാ നന്നായിട്ട് ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. ഒരു സമയത്ത് 2 or 3 എണ്ണം, പരന്ന പാനാണെങ്കിൽ 4 or 5 എണ്ണം ഇടാൻ പറ്റും. ഇതുപോലെ കുഴിയുള്ള ചട്ടിയാണെങ്കിൽ 2 or 3 എണ്ണം വീതം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചൂട് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരെണ്ണം മാത്രം ഫ്രൈ ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ളത് 2 or 3 എണ്ണം വെച്ച് ഫ്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ എണ്ണയുടെ ചൂടൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആദ്യം എപ്പോഴും ഒരെണ്ണം തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇതുപോലെ ഒന്ന് എണ്ണ അതിൻ്റെ മുകൾ ഭാഗത്തേക്കൊക്കെ ആക്കി കൊടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി വരണം കേട്ടോ ഈ ഒരു സ്നാക്കിന്. അപ്പോൾ ഞാൻ എന്ത് പേരിടണം എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ പേര് സജസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് പേര് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഈ ഒരു റെസിപ്പിയുടെ. അപ്പോൾ ഇതുണ്ടോ ചെറിയ ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് ചപ്പാത്തിക്ക് പൊടി കുഴയ്ക്കുമ്പോൾ ഇതുപോലെയാണ് ചപ്പാത്തി ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വരിക. അപ്പോൾ സമൂസയുടെ അത്രയും വരില്ല, എങ്കിലും കുറച്ചൊക്കെ വരും കേട്ടോ. ഇതുപോലെ ആദ്യത്തേത് മാത്രമേ ഇത്രയും സമയം എടുക്കുകയുള്ളൂ. അടുത്തതൊക്കെ വേഗം ആവും. എന്താണെന്ന് വെച്ചാൽ എണ്ണയുടെ ചൂട് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ 2 സൈഡും ഫ്രൈ ആയി വരുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് കളർ മാറിപ്പോകണ്ട. ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് കളർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ കാണാനുള്ള ഭംഗി കിട്ടില്ല. എല്ലാ റെസിപ്പികളും കാണാൻ ഭംഗി ഉണ്ടെങ്കിലാണ് കഴിക്കാൻ ടേസ്റ്റും ഉണ്ടാവുക. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 എണ്ണം വെച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ 2 എണ്ണം വീതം ഇട്ട് കൊടുക്കുകയാണ്. ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, അടുത്തതും കൂടി ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ ഈ ലോക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഫില്ലിംഗ് പുറത്തേക്ക് വരും. അപ്പോൾ എണ്ണയിൽ മുഴുവൻ ആ ഫില്ലിംഗ് സ്പ്രെഡ് ആവും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക, നന്നായിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് കുക്കായി പൊങ്ങി വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓയിലിൻ്റെ ചൂട് കറക്റ്റ് ആയതുകൊണ്ടാണ് ഇതുപോലെ വരുന്നത്. നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ആണെങ്കിലും വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞങ്ങളിപ്പോൾ കുറേ കഴിച്ചു. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കുറേ കഴിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ വെറുതെ കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്ങിന്. ചെറുപയറാണെന്നൊന്നും നമുക്ക് തോന്നുകയില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫില്ലിംഗ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ വെറുതെ കഴിക്കാനായിട്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് വേണം നമ്മുടെ സ്നാക്ക് റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. കണ്ടോ നല്ല അടിപൊളി സ്നാക്ക് റെഡിയായി. അപ്പോൾ ഞാനിതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചെറുപയർ സ്നാക്കെല്ലാം നമ്മളിതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നിങ്ങൾ ഉറപ്പായിട്ടും കഴിച്ചു നോക്കണം. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം നല്ല ക്രിസ്പിയാണ്. ഇൻസൈഡിൽ കുക്കാവാനൊന്നുമില്ലല്ലോ, നമ്മുടെ പയറൊക്കെ കുക്കായതാണല്ലോ. ഇൻസൈഡിൽ ആ മധുരവും ഈ ഒരു ഭാഗത്തിൻ്റെ ക്രിസ്പിനെസ്സും എല്ലാം ചേർത്ത് കഴിക്കുമ്പോൾ ഈ ഒരു പുറം ഭാഗത്തിൻ്റെ ചെറിയൊരു ഉപ്പും എല്ലാം നല്ല എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്കിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ്, കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഞാനിനി ഇത് പൊട്ടിച്ചൊന്നും കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് എടുത്ത് വയ്ക്കാൻ പോവുകയാണ്. ചൂട് മാറിക്കഴിയുമ്പോൾ അത്യാവശ്യത്തിന് ഫില്ലിങ്ങും അതുപോലെ തന്നെ സ്നാക്കും ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഉണ്ടാക്കലും കഴിക്കലും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ വയറൊക്കെ ഫുള്ളാണ്. ഇനി പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ച് വെറുതെ വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പൊട്ടിച്ച് കാണിക്കാത്തത്. ഇൻസൈഡ് കുക്കാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്. നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.